നമസ്കാരം. ബീഹാർ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ വികാസ് വിശ്വാസ് ഫോർമുല വീണ്ടും പരീക്ഷിക്കാൻ BJP. വികസനവും വിശ്വാസവും എന്ന മുദ്രാവാക്യത്തെ കേന്ദ്രീകരിച്ചായിരിക്കും പാർട്ടിയുടെ പ്രചാരണ തന്ത്രം. നിതീഷ് കാ നാം മോദി കാ കാം എന്ന മുദ്രാവാക്യവും BJP തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും. കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ പ്രകടനം ഉയർത്തിക്കാട്ടുന്നതിനോടൊപ്പം NDAയിലെ സ്ഥിരതയുടെ മുഖമായി മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുക എന്നതും BJP ലക്ഷ്യമിടുന്നു. താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനങ്ങൾ ഉഷാറാക്കുന്നതിന്റെ ഭാഗമായി 40 ലോക്സഭാ മണ്ഡലങ്ങളെ 3ആയി തിരിച്ച് 3 പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പ്രചാരണ ചുമതല നൽകും. 243 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചാരണം ഏകോപിപ്പിക്കുന്നതിനാണ് ഈ നീക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് ചുമതല കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹം 87 നിയമസഭാ സീറ്റുകൾ ഉൾക്കൊള്ളുന്ന 14 ലോക്സഭാ മണ്ഡലങ്ങളുടെ മേൽനോട്ടം വഹിക്കും. CR പാട്ടീലിനും കേശവപ്രസാദ് മൗര്യയ്ക്കും 13 ലോക്സഭാ മണ്ഡലങ്ങൾ വീതം നൽകിയിട്ടുണ്ട്. ഏകദേശം 78 നിയമസഭാ സീറ്റുകളാണ് ഇവർക്ക് വിഭജിച്ച് നൽകിയിരിക്കുന്നത്. കതിഹാർ, പൂർണിയ, അരാരിയ, ബെഗുസാരായ്, ഭഗൽപൂർ, മുഗർ, കിഷൻഗഞ്ച്, സമസ്തിപൂർ, മധേപുര, ജാമുയി, സോപോൾ, നവാഡ, ഖാഗരിയ എന്നിവിടങ്ങളിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ CR പാട്ടീൽ ഏകോപിപ്പിക്കും. കിഴക്കൻ, പടിഞ്ഞാറൻ ചമ്പാരൻ, സിവൻ, സരൺ, ഗോപാൽഗഞ്ച്, ശിവർ, മഹാരാജ്ഗഞ്ച്, മുസഫർപൂർ, ഹാജിപൂർ, വൈശാലി, ബക്സർ, വാൽമീകി നഗർ എന്നീ മണ്ഡലങ്ങൾ കേശവപ്രസാദ് മൗര്യയുടെ ചുമതലയായിരിക്കും. BJPക്ക് വേണ്ടി മത്സരിക്കുന്ന സീറ്റുകൾക്ക് പുറമെ NDA മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും ഇവർ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. NDAയിൽ സീറ്റ് പങ്കിടൽ ചർച്ചകൾ വ്യാഴാഴ്ച നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിരാഗ് പാസ്വാൻ അന്ന് ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ചയ്ക്ക് 10 സീറ്റ് നൽകിയേക്കും. ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിക്ക് 7 സീറ്റ് കിട്ടിയേക്കും. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 20 മുതൽ 25 സീറ്റ് നൽകാനാണ് BJPയും JDയും ആലോചിക്കുന്നത്. 40 മുതൽ 50 സീറ്റ് വേണമെന്നാണ് ചിരാഗിന്റെ കണക്കൂട്ടൽ. NDAയിൽ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാനും അദ്ദേഹത്തിന്റെ ലോക് ജനശക്തി പാർട്ടിയും ഇടഞ്ഞു നിൽക്കുന്നത് BJPക്ക് തലവേദനയാണ്. രാഷ്ട്രീയത്തിൽ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുകയാണെന്ന് പറഞ്ഞ ചിരാഗ് പാസ്വാൻ രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിയുമായി സഖ്യസാധ്യത തള്ളിക്കളയുന്നില്ലെന്ന് വ്യക്തമാക്കിയതാണ് NDA നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നത്. NDAയിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ LJP 40-നും 50-നും ഇടയിൽ സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 5 സീറ്റുകളിലും വിജയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം. എന്നാൽ BJP 25-ൽ കൂടുതൽ സീറ്റുകൾ നൽകാൻ തയ്യാറല്ല. അതേസമയം മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചിരാഗ് പാസ്വാനുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കത്തെ തുടർന്ന് LJP ഒറ്റയ്ക്ക് മത്സരിച്ചത് നിതീഷിന്റെ പാർട്ടിയെ ദുർബലപ്പെടുത്തിയിരുന്നു. അനുനയത്തിന്റെ ഭാഗമായി LJPക്ക് രാജ്യസഭ MLC സീറ്റുകൾ വാഗ്ദാനം ചെയ്തെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചിരാഗ് പാസ്വാൻ ഇത് സ്വീകരിച്ചിട്ടില്ല. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന തന്റെ സ്വാധീനത്തിനനുസരിച്ചുള്ള നിയമസഭാ സീറ്റുകളാണ് തന്റെ പാർട്ടി ആവശ്യപ്പെടുന്നതെന്ന് LJP നേതാക്കൾ അവകാശപ്പെടുന്നു. പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിയുമായി ചിരാഗ് പാസ്വാൻ കൈകോർക്കുന്നത് അദ്ദേഹത്തിന് എത്രത്തോളം ഗുണകരമാകുമെന്ന് കണ്ടറിയണം. ഈ സഖ്യം വഴി കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു പുതുമുഖ പാർട്ടിയുമായി സഹകരിക്കുന്നത് ചിരാഗ് പാസ്വാന് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ നീക്കം LJPയുടെ വിലപേശൽ തന്ത്രമാണെന്നും സൂചനയുണ്ട്. ഇതിനിടെ സംസ്ഥാനത്തെ 243 സീറ്റുകളിൽ 200 എണ്ണം BJPയും JDയുവും വീതിച്ചെടുക്കാൻ ധാരണയായെന്ന റിപ്പോർട്ടുകൾ വന്നെങ്കിലും നേതാക്കൾ സ്ഥിരീകരിച്ചിട്ടില്ല. പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്കെതിരെ ബദൽ തന്ത്രത്തിന്റെ പണിപ്പുരയിലാണ് BJP. 5 മുതൽ 7 വരെ സീറ്റുകൾ ജൻസുരാജ് നേടാനുള്ള സാധ്യത BJP തള്ളിക്കളയുന്നില്ല. പ്രശാന്ത് കിഷോറിനെയും പാർട്ടിയും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്ന വെറും സാമൂഹ്യ മാധ്യമ പോരാളികളായി കുറച്ചു കാട്ടാനാണ് BJPയുടെ ശ്രമം. ബ്രാഹ്മണ സമുദായ അംഗമായ പ്രശാന്ത് കിഷോർ ബീഹാറിന്റെ ഗ്രാമീണ മേഖലയിൽ വലിയ ചലനമുണ്ടാക്കില്ലെന്നാണ് BJPയുടെ കണക്കൂട്ടൽ. അദ്ദേഹത്തിന്റെ വോട്ടർമാർ കൂടുതലും നഗരങ്ങളിലെ യുവാക്കളായിരിക്കും. BJP പുതിയ തന്ത്രങ്ങളുമായി പ്രചാരണ രംഗത്ത് സജീവമാകുന്നതിനിടയിൽ മുന്നണികൾ വിജയത്തിനായി കഠിനമായ പോരാട്ടത്തിലാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ JDയു നേതൃത്വം നൽകുന്ന NDA മുന്നണി, RJD, കോൺഗ്രസ് എന്നിവയടങ്ങിയ മഹാമുന്നണി, പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിയും മത്സരരംഗത്തുണ്ട്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണം പ്രചാരണത്തിൽ നിർണായകമാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. നവംബർ 6, 11 തീയതികളിലായി 2 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പ് നവംബർ 14-ന് ഫലം പ്രഖ്യാപിക്കുന്നതോടെ പൂർത്തിയാകും.